ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നമ്മൾ ഒരു കൂട്ടിലിട്ട് വളർത്തി അയാൾക്ക് ഫുഡ് കൊടുക്കുന്ന രീതി, അതായത് നമ്മൾ ഒരാളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതി പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അതായത് ബിഗ് ബോസിൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേനും ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. കാരണം ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണിൽ ഒരുപാട് അവർക്ക് ഫേവറേറ്റ്സും കാണിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. കാരണം ഫേവറേറ്റ്സ് ആളുള്ളവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജും ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജും കൊടുക്കുന്നു. നമ്മൾ നെവിൻ എന്നുള്ള വ്യക്തിയെ നമുക്കറിയാം, അത്യാവശ്യം ഭയങ്കര ട്രിഗറിങ് ആണ്. നമ്മൾ എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതൊരു പരിധി വിടുമ്പോഴും ബിഗ് ബോസ് ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ റിയാസും ടോപ്പിനുമായിട്ടുള്ള ഫൈറ്റിൻ്റെ സമയത്ത് അവർ രണ്ടുപേരും മാക്സിമം ശിക്ഷിക്കുകയും ഓരോ ടാസ്ക് കൊടുക്കുകയൊക്കെ നല്ല കറക്റ്റായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഒരാളുടെ കേസ് വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് സ്ഥിരം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സീസണിലാണെങ്കിലും നെവിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലാണ് ഇത്രയും പ്രശ്നം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും അറ്റാക്ക് കൊടുത്തിട്ടും പേഴ്സണലി ഇത്രയും അറ്റാക്കും ഓരോ കണ്ടസ്റ്റൻസിനും ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പ്ലെയർ നമ്മൾ വേറെ കണ്ടിട്ടില്ല ബിഗ് ബോസിന്. എന്നിട്ട് പോലും ബിഗ് ബോസ് ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല. അത് എന്ത് നീതിയാണ്, എന്ത് ഫേവററ്റിസമാണ്? ഇത് ഫുൾ ഫേവററ്റിസമാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്നലത്തെ എപ്പിസോഡുകൾ ക്ലിയർ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ആസ് പെർ മെയിൻ. അത് കാരണം നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോ ചെയ്യുമ്പോഴത്തേനും അതിനായിട്ടൊരു നീതി കൊടുക്കണം. കാരണം ഇത് വെറുതെ ഒരു ഷോ വെച്ചിരിക്കുകയല്ല, ആൾക്കാരെ മണ്ടന്മാരാക്കാനല്ല. നമ്മൾ വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പം ഇവർ ചെയ്യുന്ന ഇവരുടെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ പോലും, അതായത് അറ്റ്ലീസ്റ്റ് ഒരു പണിഷ്മെൻറ്റ് പോലും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു വഴക്ക് മാത്രം പറഞ്ഞ് മതിയാക്കുക. എന്നാൽ നമ്മൾ ലാലേട്ടൻ സൈഡിൽ നിന്നായാലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നായാലും ഒരു ഫേവററ്റിസം കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. വേറെ ആരുടെ കാര്യവും നമുക്കിങ്ങനെ തോന്നല്ല. പക്ഷേ ഇവരുടെ കാര്യം, ഈ നെവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഫേവററ്റിസം. അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് നമുക്കിതുവരെ മനസ്സിലാവുന്നില്ല ഗൈസ്. സോ നമ്മളൊരു പണിഷ്മെൻറ്റോ ഒരു ടാസ്കോ എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. ഇന്നിപ്പോൾ എവിക്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നെവിനെ വിറ്റാക്കും എനിക്ക് ഇന്നലത്തോടെ ക്ലിയർ ആയി. നെവിനായിരിക്കില്ല വിറ്റാവുന്നത്. ഈ പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് ഫിനാലെയും കൂടെ കയ്യിലെടുത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ആ ഒരു പോക്കാണ് ഇപ്പോൾ പോകുന്നത്. സോ ഒരു പ്രോഗ്രാം ആകുമ്പോൾ, റിയാലിറ്റി ഷോ ആകുമ്പോൾ അവർ ചെയ്യേണ്ട ബേസിക്കായിട്ടുള്ള ചില ഐഡിയാസും ഈ കുറച്ച് വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഷോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ വാല്യൂസിനും കുറച്ച് ഹ്യൂമാനിറ്റിയും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്ന പ്രോഗ്രാമായിരിക്കണം ബിഗ് ബോസ്. അപ്പോൾ അവിടെ എന്ത് നടന്നാലും അതിനായിട്ടുള്ള ഒരു ആക്ഷൻ. കാരണം ഇത് വേൾഡിൽ ഒരുപാട് ഓൾ ഓവർ ദ വേൾഡ്, മലയാളമായാലും ഹിന്ദി ആയാലും ഏത് ലാംഗ്വേജ് ആയാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. അപ്പം സൊസൈറ്റിക്കൊരു ഇങ്ങനെ ആൾക്കാരുണ്ട്, ഇവർക്ക് ഇങ്ങനെ ടാസ്ക് കൊടുക്കണം, ഇങ്ങനത്തെ ശിക്ഷ കൊടുത്താൽ ഇവർ നേരെയുള്ള ട്രാക്കിലാക്കുമെന്നുള്ളൊരു മെസ്സേജാണ് അവർ കൊടുക്കേണ്ടിയിരുന്നത്. ബട്ട് ഇപ്പം റോങ് ഡയറക്ഷൻ. അതായത് ഇവരിങ്ങനെ ചെയ്താലും ഇനി പ്രശ്നമില്ല. ഇപ്പം നെവിനാണെങ്കിൽ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ ഇപ്പം ഇതിനപ്പുറം ചെയ്തു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പണ്ട് ഈ ഒരു ഫിസിക്കൽ അറ്റാക്ക് പോലും അത് ഫുള്ളൊരു അറ്റാക്ക്, ഈ ഉന്തും തള്ളും വന്നെത്തുന്ന സമയത്ത് പോലും ഞാൻ റോബിൻ്റെ കേസ് മാത്രമല്ല, രജിത് സാറായാലും ആരായാലും ഇവർക്ക് ആൾക്കാർ കൂടുതൽ സൂപ്പർ സ്റ്റാർ ലെവൽ നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കാൻ ഭയങ്കര താല്പര്യമുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ്. അത് എന്ത് ഈഗോയാണോ അതോ വേറെ ആരെങ്കിലും ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതിപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ബട്ട് നമ്മളൊരു ഷോ കാണുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ട്. ഓക്കെ. സോ ഷാനവാസിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും ഒരു ചോദ്യം പോലും അങ്ങനെ എന്താ പറയുക, ചെയ്തത് തെറ്റാണെന്ന് മുഖത്തോക്കി പറഞ്ഞിട്ടില്ല. അതെന്താ പറ്റാത്തതെന്ന് മനസ്സിലാവില്ല. ഇവർക്ക് പേടിക്കണം. ആരെ പേടിക്കാനാണ്? ഈ ഒരു ഷോ നടത്തുമ്പോൾ അതിൻ്റെ ആൾക്കാർക്ക് തന്നെ പറയേണ്ട ഉത്തരവാദിത്തമില്ലേ? ഒരു ടാസ്ക് പണിഷ്മെൻറ്റ് വാണിംഗ് കൊടുത്ത് വിട്ടു. ഇതാണോ വാണിംഗ്? എങ്ങനെയാണെങ്കിലും നെവിൻ നേരത്തെ ഔട്ടാവേണ്ടതാണ്. കാരണം മൾട്ടിപ്പിൾ വാണിങ്സ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് നെവിൻ. മൾട്ടിപ്പിൾ അറ്റാക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യവശാലും ട്രിഗർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ പറയേണ്ട സമയത്തൊരു കൺട്രോൾ ചെയ്ത് പറയണം, അല്ലെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നതായിരിക്കും പുള്ളിക്ക് നല്ലത്. സോ
ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ പണിഷ്മെൻറ്റ് നെവിന് കൊടുത്തിട്ടുമില്ല, അതിലാരും സാറ്റിസ്ഫൈഡും ആയിട്ടില്ല. സോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. സോ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്തിരി ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയാം, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെന്നും പറയാം. സോ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് പുള്ളിയുടെ കാര്യത്തിൽ. അതായത് ഞാൻ കൊടുക്കേണ്ട രീതിയിലല്ല, പറയേണ്ട രീതിയിലുമല്ല. കുറച്ചുകൂടെ സ്റ്റേണായിട്ടും കുറച്ച് എന്താ പറയുക, ഒരു ലെവലിൽ കിട്ടണമായിരുന്നു. നമുക്കൊരു നമ്മളാണല്ലോ വോട്ട് ചെയ്യുന്നത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കണം അവിടെ കാര്യങ്ങൾ മീൻസ് നമ്മളല്ല കൺട്രോൾ ചെയ്യുന്ന ഷോ, അതൊക്കെ ഓക്കെ. ബട്ട് നമ്മളെയാണല്ലോ വോട്ട് ചെയ്യാൻ അവർ ചെക്ക് ചെയ്യുന്നത്, നമ്മളെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഫീലിങ്സ് കൂടെ ഇതിൽ ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. എനിക്ക് ഇനി കൂടുതൽ പറയാനില്ല. എനിക്ക് പറയാനുള്ള ഞാൻ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും മോശമായിട്ടുള്ള, അതായത് ഇത്രയും ട്രിഗറിങ്ങും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇത് ഇത്തിരി കൂടിപ്പോയി. പോയിൻറ്റ്സ് പറയുന്നത് പോയിൻറ്റ്സും പുള്ളി പറയണ പോയിൻറ്റ്സും മര്യാദയ്ക്ക് പോയിൻ്റേ അല്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇന്നലെ പുള്ളി ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ ശ്രമിച്ചത്, ന്യായീകരിക്കാൻ ശ്രമിച്ചത് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല. കാരണം പുള്ളിയുടെ കയ്യിലൊന്നുമില്ല, ചുമ്മാ എന്തോ പറയുന്നു എന്നല്ലാതെ പുള്ളി ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ നിൽക്കുവാണെന്നുള്ള തോന്നൽ എനിക്ക് തോന്നില്ല. ഈസ് നോട്ട് അറ്റ് ഓൾ എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ ദിസ് ബിഗ് ബോസ് സീസൺ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് നിർത്തുവാണ്. ശരി, ഇനി അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടേക്ക് കെയർ. ഹാപ്പി സൺഡേ. ബൈ.